അല്ല, അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കാല് കുത്താൻ വിടില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭാവികൾ അദ്ദേഹത്തെ സുരക്ഷ കൊടുക്കും. സാധാരണ ഒരു ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരസഭാ കൗൺസിലർ കൂടി. അപ്പം നമ്മൾ ആ രീതിക്ക് പ്രവർത്തിക്കുന്ന അതിലും താഴെയുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒന്നൊന്നും ആകാത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തിലോ പാർട്ടികളിൽ നിന്നും ഒന്നൊന്നും ആകാത്ത ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർക്ക് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കടമ്പ അവർക്കുണ്ട്. ആ പ്രതിരോധത്തിന് കോട്ടം വരാത്ത രീതിക്കുള്ള ആ ഒരു തീരുമാനം ആയിരിക്കണം. അല്ല, അദ്ദേഹം ഒരു സാമാജികനാണ്. ഈ പറഞ്ഞ പോലെ പാലക്കാട് നിയോജക മണ്ഡലത്തിലുള്ള ഒരുപാട് പേര് സംവിധാന അവകാശം രേഖപ്പെടുത്തിയ ഒരു സാമാജികനാണ്. അദ്ദേഹത്തെ കാല് കുത്താൻ പറ്റില്ല, കൈ കുത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് പോലീസാണ്. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് കേരളത്തിലെ പോലീസ് തന്നെയാണ്. അദ്ദേഹം സുരക്ഷ കൊടുക്കേണ്ടത്. പിന്നെ അത് ഉറപ്പല്ലേ, അദ്ദേഹം തെറ്റ് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളാണ്. അതൊരു കോൺഗ്രസ് കൗൺസിലറാണ് പറയുന്നത് കവചം തീർക്കുന്നത്. അതിലൊരു നീതികേടില്ല, അല്ലെങ്കിൽ ഒരു ശരികേടില്ലേ? അല്ല, അദ്ദേഹം ഇപ്പോഴാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അത് നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു കാര്യം, അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം നമ്മുടെ പാലക്കാടിലെ ഒരു MLA കൂടി. ഈ പറഞ്ഞ പോലെ പാലക്കാട് ജനങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിയമസഭയിൽ സംവാദിക്കാൻ വേണ്ടി ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാല് കുത്താൻ വിടില്ല, കൈ കുത്താൻ വിടില്ല പറയുന്നതൊക്കെ അതൊക്കെ വളരെ BJPയും CPM-ഉം തടഞ്ഞാൽ നിങ്ങൾ സംരക്ഷണം നൽകുമെന്നല്ലേ പറഞ്ഞത്? അവരിന്റെ എല്ലാം ശരി വെക്കാൻ പറ്റുമോ? അവരിന്റെ പണി എന്താ? പ്രതിപക്ഷത്തിന്റെ പണി. അവര് ഇവിടെ ജയിച്ചിരിക്കുന്നത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഉത്തരവാദിത്വം BJPക്ക് CPM. കോൺഗ്രസ് പുറത്താക്കിയാലും അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കേരള പോലീസിനാണ്. പോലീസ് ഒരുക്കും. നിങ്ങളും സംരക്ഷിക്കുന്നുള്ളതാണ്. അല്ല, അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കാല് കുത്താൻ വിടില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭാവികൾ അദ്ദേഹത്തെ സുരക്ഷ കൊടുക്കും. നേതാക്കന്മാരിന്റെ തീരുമാനത്തിൽ തള്ളി പറയണില്ല. പക്ഷെ അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കുന്നത് അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമ്മൾ ഉദ്ദേശിച്ചത്, ഞാൻ ഫേസ്ബുക്കിലൂടെ ഉദ്ദേശിച്ച കാര്യം, അതായത് അദ്ദേഹത്തെ ഈ ഒരുപാട് അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭാവികൾ, കോൺഗ്രസ് അനുഭാവികളുണ്ട്. അവരുടെ ആ ഒരു വീര്യം ചൂണ്ടിക്കാണിച്ചത് മാത്രമാണ്. ഒറ്റ കാര്യം കൂടിയുള്ളത്, അതായത് സംരക്ഷണം നൽകുമെന്ന് കോൺഗ്രസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. DCC